നമസ്കാരം. ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അദ്ദേഹം എൻ്റെയും സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മീഡിയയോട് ഒരു കാര്യം പറഞ്ഞു. അരനൂറ്റാണ്ടായി ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല. അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും കയ്യിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ മണ്ണ് വീണ്ടെടുക്കുക എന്ന ദൗത്യ നിർവഹണത്തിനാണ് ഞാൻ പോകുന്നത്. ഗുരുവായൂരിൽ ഇതുവരെ ഒരു കഴിഞ്ഞ 19 വർഷമായിട്ട് ഒരു ഹിന്ദു ജനപ്രതിനിധി ഉണ്ടായിട്ടില്ലായിരുന്നു. അതായത് ഗുരുവായൂർ നമുക്കറിയാമല്ലോ, അത്രത്തോളം ഭക്തി നിർഭരമായ ഒരു സ്ഥലം, ഹൈന്ദവ പ്രാധാന്യം വളരെയുള്ള, അവരുടെ വിശ്വാസ പ്രാധാന്യം ഒരുപാടുള്ള ഒരു സ്ഥലം, ഒരു പുണ്യസ്ഥലം. ആ പുണ്യസ്ഥലം കൈകാര്യം ചെയ്യേണ്ടത് ഒരു ഹിന്ദുവാണ്. ആ ഹിന്ദു ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് അതൊരു വർഗീയ പരാമർശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ കേസിന് പോയിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്ട് പരാതി പോയിട്ടുണ്ട്, വർഗീയ പരാമർശമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവര് നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. ഞാന് അതൊരു ഹൈന്ദവ ഒരു തീർത്ഥാടന കേന്ദ്രം, നമ്മൾ ശബരിമല എന്ന് പറയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഗുരുവായൂർ. ഞാനും പോയിട്ടുണ്ട് ഗുരുവായൂർ. പക്ഷെ ഗുരുവായൂരിന്റെ ഒരു നിശ്ചിത ഏരിയ ഉണ്ട്, അതിനപ്പുറത്തേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. നമ്മൾ ആ വിശ്വാസം കൊണ്ടുപോകുന്നവരല്ലല്ലോ. അവിടെ ചില ആചാരങ്ങളുണ്ട്. ആ ആചാരത്തെ പാലിക്കേണ്ടത്, മാനിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം. അത് നമ്മൾ അതിനെ മാനിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് തന്നെ ആ പ്രദേശം സന്ദർശിക്കുകയും മറ്റും ചെയ്യുന്നു. അത് നമ്മുടെ ഉത്തരവാദിത്തമായി കാണുകയും ചെയ്യുന്നു. അതേസമയം നമുക്ക് അവിടെ പ്രവേശനം ഇല്ല എന്നുണ്ടെങ്കിലും അതിനെതിരെ വരുന്ന ഏത് അനാവശ്യമായിട്ടുള്ള ഏത് നിലപാടുകളെയും എതിർക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാര്യം അത് അവരുടെ ആ വിശ്വാസം സംരക്ഷിക്കേണ്ടത് മറ്റു വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ് എന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം പറയുന്നത് ഇത്തവണ തന്നെ വിജയിപ്പിക്കണം. കാരണം ഒരു വിശ്വാസ കേന്ദ്രം, ഹൈന്ദവ വിശ്വാസ കേന്ദ്രം എന്ന നിലയിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിന്ദുക്കളെ മാറ്റി നിർത്തിയിരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഹിന്ദു ജനപ്രതിയെ ജയിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഗോപാലേട്ടനോട്, ഞാൻ ഗോപാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഇതൊരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ടാണ് വീഡിയോയിൽ തന്നെ ഞാൻ ചോദിക്കുന്നത്. ബി.ജെ.പി എന്ന ഈ രാഷ്ട്രീയ സംഘടനയില്, NDA എന്ന മൊത്തത്തിലുള്ള ആ ഒരു കൂട്ടായ്മയിൽ ഹിന്ദുക്കൾ മാത്രമല്ല വോട്ട് ചെയ്യാനുള്ളത്. അഥവാ ഹിന്ദുക്കൾ മാത്രമല്ല ബി.ജെ.പിയെയും RSSനെയും സംഘപരിവാറിനെയും ബാക്കിയുള്ളവരൊക്കെ പിന്തുണയ്ക്കുന്നത്. BJDSും അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പോ 2020 അടക്കം വന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഇതര മതസ്ഥരുണ്ട്, എസ്പെഷ്യലി ക്രിസ്ത്യാനികളും മുസ്ലിംസും. ഇവർ രണ്ടു കൂട്ടരുമുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ മൊത്തത്തിലെ കണക്കെടുത്താൽ ഏകദേശം ഒരു 54.7%, ഒരു 54.4% ഹിന്ദു വിഭാഗമുള്ളത്. 26.5% മുസ്ലിങ്ങളാണുള്ളത്. 2ാം സ്ഥാനമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. പിന്നെ ഒരു 18% ക്രിസ്ത്യാനികൾ. പിന്നെ അല്ലാത്ത കുറച്ച് മതമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള വിവിധ മതസ്ഥരായിട്ടുള്ള ബാക്കിയുള്ള കുറച്ച് വിഭാഗം. ഇത്രയാണ് നമ്മുടെ കേരളത്തിൽ മത ജാതി അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ, കാണണമെന്നല്ല പറഞ്ഞത്, കണക്കാക്കുന്ന അങ്ങനെയാണല്ലോ. നമ്മുടെ രേഖകളിലൊക്കെ ഏത് ജാതി ഏത് മതം എന്ന് ചോദിക്കുന്നത് കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കാണ് ഈ പറയുന്നത്. അതായത് 26.6, അതായത് 2ാം സ്ഥാനം നിൽക്കുന്ന മുസ്ലിം വിഭാഗങ്ങളിൽ ബി.ജെ.പി എത്ര മുസ്ലിം കാൻഡിഡേറ്റുകളെ കേരളത്തിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടുണ്ട്? എന്റെ ചോദ്യം. ഏതാണ്ട് 97 സീറ്റുകളാണ് ബി.ജെ.പി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നുവരെ പറഞ്ഞിട്ടുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നിട്ടുള്ളതിൽ ഒരു മുസ്ലിം പ്രതിനിധി ഉണ്ടോ? അപ്പൊ ചോദിക്കും, ബി.ജെ.പി ഹിന്ദു പാർട്ടിയാണെന്ന്. അല്ല, ബി.ജെ.പി ഒരു ഹിന്ദു രാഷ്ട്രീയ പാർട്ടി അല്ല. നേരെ മറിച്ച് ഹിന്ദുസ്ഥാൻ എന്ന നമ്മുടെ ഹൈന്ദവ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ ഹൈന്ദവ പാരമ്പര്യത്തിൽ എല്ലാ മതസ്ഥരും ഉള്ളതാണ്, എല്ലാ മതസ്ഥരും ഉണ്ട്. ഞാനതിന്റെ ബാക്കിയുള്ള വശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ ഹൈന്ദവ ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഒരു ഹൈന്ദവ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. ആ ഒരു പാരമ്പര്യത്തിനുള്ളിൽ ഇവിടെയുള്ള മറ്റിതര മതസ്ഥരെ എല്ലാവരും ഉണ്ട്. അവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പോകുന്ന ഒരു പാർട്ടിയാണ്. ഉദാഹരണത്തിന് മുസ്ലിം വിഭാഗത്തെ മൈനോറിറ്റി മോർച്ച എന്ന ഒരു പ്രസ്ഥാനം അതിലുണ്ട്. ആ മൈനോറിറ്റി മോർച്ചയിൽ അതിന്റെ പ്രസിഡന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം മുസ്ലിംസ് ആയിരിക്കുമല്ലോ സാധാരണഗതിയിൽ. ഇപ്പൊ ജമാൽ സിദ്ദീഖിയൊക്കെ നല്ല 1ാം തരം മുസ്ലിമാണ്. അത്തരത്തിൽ ധാരാളം പേരുണ്ട്. ഞാൻ ചോദിക്കുന്ന, കേരളത്തിൽ മൈനോറിറ്റി മോർച്ച എന്നൊരു വിഭാഗമുണ്ട്. ആ മൈനോറിറ്റി മോർച്ചയിൽ മുസ്ലിങ്ങളുണ്ട്. 26% മുസ്ലിങ്ങളിടയിൽ ബി.ജെ.പി പിന്തുണയ്ക്കുന്ന, നരേന്ദ്രമോദിയുടെ വികസന ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന, അവർക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന, വോട്ട് തേടാൻ ഇറങ്ങി നടക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിങ്ങളുണ്ട്. അവർക്ക് മറ്റൊരു പ്രത്യേകതകളുണ്ട്.
മറ്റേ ക്രിസ്ത്യൻ ഹൈന്ദവ മേഖലയിലുള്ളവർ ബി ജെ പിയോട് നിൽക്കുന്നത് പോലെയോ ബി ജെ പിയോട് വോട്ട് ചോദിക്കുന്ന പോലെയോ ഒന്നും അല്ല ഈ മുസ്ലിങ്ങൾ നിൽക്കുന്നത്. അവർക്ക് സമൂഹത്തിൽ ഈ ബി ജെ പി എന്ന് പറയുന്ന ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നെടുക്കാൻ വേണ്ടി നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന രീതിയിൽ ചില പ്രചരണങ്ങളും ആ രീതിയിൽ ചില നിലപാടുകളും പലരും എടുക്കാറുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ബി ജെ പി തകർക്കാൻ വേണ്ടി അത്തരത്തിലുള്ള നിലപാടുകൾ പറയാറുണ്ട്, പ്രവർത്തിക്കാറുമുണ്ട്. ഈ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് കരുതിയിട്ട് കുറച്ച് സംഘികൾ, അതായത് ബി ജെ പി എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധരാണ്, മുസ്ലിങ്ങളെ ശരിയാക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് എന്ന് കരുതുന്ന ചില സംഘിക്കുട്ടന്മാരും ഈ പറയുന്ന രീതിയിൽ ചിന്തിച്ച് പെരുമാറാറുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. പക്ഷേ ഇതൊക്കെ വെറും ഇലക്ഷൻ സ്റ്റണ്ടാണെന്നും ബി ജെ പി അല്ലെങ്കിൽ RSS ഇവരൊക്കെ ഭരണപരമായിട്ട് ഡൽഹിയിൽ പാസാക്കി കൊടുക്കുന്ന നിയമങ്ങളും നിലപാടുകളും നടപടികളും ഒക്കെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണെന്നും മുസ്ലിം വിഭാഗങ്ങൾക്ക് എല്ലാം കിട്ടാവുന്നത്, കൊടുക്കേണ്ടത്, അവർക്ക് അർഹതയുള്ളത് അവർക്ക് കിട്ടുന്നെന്ന് ഉറപ്പുവരുത്തുന്ന സർക്കാരാണ് ഡൽഹിയിലുള്ളതെന്നും അറിയാവുന്ന ഒരു പറ്റം മുസ്ലിങ്ങൾ, വലിയൊരു പറ്റം മുസ്ലിങ്ങൾ ബി ജെ പിയിലുണ്ട്. അത് ബി ജെ പിയിലെ നേരിട്ട് ബി ജെ പിയിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അതുപോലെ മൈനോറിറ്റി മോർച്ച എന്ന് പറയുന്ന ആ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന അതിനകത്തും വലിയൊരു വിഭാഗം മുസ്ലിങ്ങളുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത്, അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും ഒരു പ്രദേശത്ത് എന്തുകൊണ്ടാണ് ബി ജെ പി ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ വെക്കാത്തത്? ഈ 97 ഒരു മുസ്ലിം കാൻഡിഡേറ്റ് പോലും ഇല്ല. ഗോപാലേട്ടനാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഗോപാലേട്ടന് ഗുരുവായൂർ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി വന്നില്ല, അല്ലെങ്കിൽ ഒരു ഹിന്ദു MLA വരാത്തതാണ് വിഷമം. പക്ഷെ ബി ജെ പിയോടൊപ്പം ഈ സമൂഹത്തിന്റെ സകല ആട്ടും തുപ്പും കേട്ട് സകല അവഗണനയും ഇട്ട് ചിലയിടത്തൊക്കെ ഊരുവിലക്ക് പോലും ഉണ്ട്. നമ്മുടെ കണ്ണൂരിലെ CPM കാര്യം പറയുന്നത് പോലെ ആ രീതിയിൽ ഊരുവിലക്കും സമൂഹത്തിൽ നിന്ന് ആട്ടി മാറ്റി നിർത്തിയിട്ട് അവരുടെ സമൂഹത്തിൽ നിന്ന്, കേട്ടോ, മുസ്ലിം സമൂഹത്തിൽ നിന്ന് അവർ ബി ജെ പിക്കാരാണ്, സംഘപരിവാർ ആശയക്കാരാണ്, അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ വിരോധികളായിട്ടുള്ളവരെ കൂടെ നിന്നുകൊണ്ട് നിൽക്കുന്ന കാഫറുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കുടുംബത്തെ ഒക്കെ മാറ്റി നിർത്തിയേക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ട് അവർ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വോട്ട് ചോദിച്ച് വോട്ട് ചെയ്ത് കഴിഞ്ഞു പോകുന്ന നല്ല പ്രവർത്തകർ, അതായത് മൈനോറിറ്റി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റും ജില്ലാ ഉപാധ്യക്ഷനും അതുപോലെ ഉള്ളവരും അങ്ങനെ എല്ലാ മേഖലയിലുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളിൽ ഒരാൾ ഈ 97 പേരെ വെച്ചതിൽ ഏതെങ്കിലും ഒരാളെ കഴിവില്ലാത്തവർ ആയതുകൊണ്ടാണോ, അതോ അവർ വന്നാൽ ശരിയാവില്ല എന്നതുകൊണ്ടാണോ? ഇത് ഇപ്പൊ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല എന്ന് നമുക്കറിയാം. കാര്യം ഇതിനു മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്നല്ലോ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ ബേസിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മലപ്പുറത്ത് നിന്ന് മത്സരിച്ചിട്ടുള്ള, മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള മൈനോറിറ്റി മോർച്ചന്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അബ്ദുൽ സലാം സാർ, അദ്ദേഹം അല്ലാതെ വേറെ ഏത് മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ഉണ്ടായിരുന്നത്? മലപ്പുറം പോലെയുള്ള ഒരു സ്ഥലത്ത് അബ്ദുൽ സലാം സാർ അല്ല ആര് നിന്ന് കഴിഞ്ഞാലും ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല എന്താ പറയാ, നല്ല പവർഫുൾ ആയിട്ടുള്ള, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ പഴയ VC ആയിരുന്നിട്ടുള്ള, നല്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസവും വിവരവും ബോധമുള്ള ഒരാളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി തന്നിട്ട് നിങ്ങൾ വിജയിപ്പിച്ച് തന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത ബി ജെ പിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ബി ജെ പിക്ക് സ്ഥിരമായി കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിർത്തി അയാളെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സ്ഥാനമാനങ്ങളും കൊടുത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ കൂടിയാണ്, മുസ്ലിം പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് കൂടി തുല്യ പരിഗണന കൊടുക്കുന്നതാണെന്ന് ജനങ്ങളെന്ന് ബോധ്യപ്പെടുത്തി, അല്ലാന്നാണല്ലോ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ആ ഒരു വിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കില്ലായിരുന്നോ? അത് നിങ്ങൾ ചെയ്തിട്ടില്ല. ഉള്ള ക്വാളിറ്റിയുള്ള ഒരാളെ നിർത്തി, ആ നിർത്തിയ ആളെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് നോക്കി, അങ്ങനെ തോൽപ്പിച്ച് അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൂടെ നിൽക്കുന്ന ആ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ മൂലക്കിരുത്തിക്കൊണ്ട് 97 സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചതിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ കഴിവും പ്രാപ്തിയുള്ളവരുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ബി ജെ പിയുടെ ലേബലിൽ മുസ്ലിങ്ങളെ കൂടി പല ഭാഗത്ത് നിർത്തി ഒന്ന് വിജയിപ്പിച്ചെടുത്താൽ മാത്രമാണ് ഇതൊരു മതേതര പാർട്ടിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റൂ. ഇപ്പോ മതേതര പാർട്ടിയല്ല, വർഗീയ പാർട്ടിയാണ് എല്ലാവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ബി ജെ പിയിൽ തന്നെയുള്ള ബി ജെ പിന്റെ വോട്ടർമാരായിട്ടുള്ള ഒരു വിഭാഗം ആന്റി സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള സംഘികൾ, അവരാകട്ടെ അതിനെ ശരിവെക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ കമന്റുകൾ നോക്കി അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ അതിനൊരു മാറ്റം വരണ്ടേ? ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നിന്ന്, അവരുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്താൻ ഈ 97 അംഗ ലിസ്റ്റ് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരാളെ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഗോപാലേട്ടൻ, നിങ്ങൾക്ക് കൂടി ഇതിനകത്ത് പങ്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഗുരുവായൂരിൽ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ? Different angles,
Don't forget to subscribe and support this channel.